إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ നമ്മളൊക്കെയും ഒരുപാട് ഓതുകയും കേൾക്കുകയും ചെയ്ത വളരെ പരിചിതമുള്ള ഒരായത്താണ് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത്. ഇബാദുർ റഹ്മാനിനെ കുറിച്ച് അല്ലാഹു പറയുന്ന വാചകം. ഇബാദുർ റഹ്മാൻ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ധാരാളം നമ്മൾ കേട്ടതാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളൊക്കെയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം ആളുകളുടെ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹു എടുത്തു പറയുന്ന ഭാഗമാണിത്. അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹൗനോടുകൂടെ ജീവിക്കുന്നവരായിരിക്കും, നടക്കുന്നവരായിരിക്കും. ഹൗന് എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് അർത്ഥം. വിനയം ഉണ്ടാവുക, വിനയത്തോടുകൂടെ നടക്കുന്നവരായിരിക്കുന്നു. വിനയം എന്നുള്ളതിന് ഖുർആനിൽ ഹൗനല്ലാത്ത മറ്റു പല പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ വിനയത്തിന് ഉപയോഗിക്കുന്ന പദം തവാളു എന്ന്. മുത്തവാളി എന്ന് പറഞ്ഞാൽ വിനയാന്വിതനാവുക എന്നാണ്. ധാരാളം ഹദീസുകളിലും ഖുർആനിന്റെ ധാരാളം ആയത്തുകളിലും ഈ പദം ഉപയോഗിച്ചതായി കാണാം. നിങ്ങളോട്, അല്ലെങ്കിൽ ഇന്ന് എന്നോടും നിങ്ങളോടും ഒരുപോലെ ഉപദേശിക്കാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വിശ്വാസികൾ തമ്മിൽ പരസ്പരം ഉണ്ടായിത്തീരേണ്ട, അല്ലെങ്കിൽ ഒരു വിശ്വാസിയിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട, അതിനേക്കാളും അപ്പുറം സ്വർഗാവകാശിയായ ഒരു മനുഷ്യനിൽ നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട സ്വഭാവ ഗുണമാണ് തവാളു, വിനയാന്വിതനായി തീരുക എന്നുള്ളത്. വിനയം എന്താണ്, എങ്ങനെ വിനയാന്വിതനാവുക എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ
എന്തു പറഞ്ഞാലും പ്രതികരിക്കാതെ, മിണ്ടാതെ, ദിക്റും മറ്റു കാര്യങ്ങളും മാത്രമായി പോയി ഒരു പ്രതികരണശേഷിയും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല വിനയം. വിനയം എന്നുള്ളതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് തന്നെ ധാരാളം വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില പണ്ഡിത വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പ്രവാചകാധ്യാപനങ്ങൾ, വിനയവുമായി ബന്ധപ്പെട്ട പ്രവാചകാധ്യാപനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും, അതായത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അത്തവാളു, വിനയം എന്ന് പറഞ്ഞാൽ അൻ തഖ്റുജ മിൻ മൻസിലിക്, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങലാണ്, വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരാളെ നീ കണ്ടുമുട്ടാണ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോ നിന്റെ മനസ്സിലുണ്ടാകുന്നൊരു തോന്നലുണ്ട്. ഏതാ തോന്നൽ അറിയോ? അയാള് എൻ്റെ അത്ര പോരാ, എൻ്റെ അത്ര അയാൾ വളർന്നിട്ടില്ല, എന്നെക്കാളും താഴെയാണ്, സമ്പത്തിലോ സൗന്ദര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ മറ്റേത് വിഷയത്തിലോ ആവട്ടെ എന്ന തോന്നലുണ്ടായാൽ വിനയം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അദ്ദേഹം പറയാണ്, ഹസനുൽ ബസ്രി പറയാണ്, അങ്ങനെ ആരെ കണ്ടുമുട്ടുമ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ട തോന്നൽ എന്താ അറിയോ? ഹുവ അഅ്ലമു മിന്നി, അയാൾ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു തോന്നലുണ്ടാകണം. ഈ തോന്നൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രെയിനിങ് ഉണ്ടാവണം. എവിടുന്നാ ട്രെയിൻ ചെയ്യുക? അത് അവനാന്റെ നമസ്കാരങ്ങളിലൂടെ, അവനാന്റെ ഇബാദത്തുകളിലൂടെ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. ആളുകളെ കാണുമ്പോൾ ഞാൻ അയാളെക്കാളും ഉന്നതനാണെന്നുള്ള തോന്നൽ നമ്മളിൽ ഉണ്ടായാൽ അത് തവാളുവിന്റെ നേരെ ഓപ്പോസിറ്റാണ്. തവാളുവിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കിബർ ഉണ്ടാവുക എന്നുള്ളതാണ്. കുറച്ച് ക്യാഷ് ഉണ്ടാകുമ്പോൾ എൻ്റെ അത്ര സ്റ്റാൻഡേർഡ് അയാൾക്ക് ഇല്ല എന്നുള്ളൊരു തോന്നൽ വരിക. ഖുർആൻ അതിനുപയോഗിച്ച ചിന്ത ഉലൂവ് എന്നാണ്. ഉലൂവിന്റെ ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. ഉലൂവിന്റെ ചിന്ത ഉണ്ടായാൽ സമ്പത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും, ഇന്ന് പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള യുവാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസത്തിൽ ഒരു 4 അക്ഷരം നമ്മളെ വിദ്യാഭ്യാസത്തെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കൂടായിട്ട് ചേർക്കുമ്പോഴേക്കും നമ്മളെക്കാളും മുകളിൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക. നമ്മൾ കണ്ടുമുട്ടുന്ന പലരും നമ്മളെക്കാളും താഴെയാണെന്നുള്ളൊരു തോന്നലുണ്ടാവുക. ആ തോന്നലുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ പിടിക്കപ്പെടും മാത്രമല്ല നരകത്തിൽ എത്തിപ്പെടുന്ന ഒരു ചിന്തയായിട്ട് അത് മാറുന്ന പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂറത്തു ഖസസിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: തിൽക്കദ്ദാറുൽ ആഖിറ, നാളെ പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരാണല്ലോ നമ്മൾ. അള്ളാഹു പറയാ, ആ വീടുണ്ടല്ലോ, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. ആ പരലോകത്ത് വീടൊരുക്കി വെച്ചിട്ടുണ്ട് നാം. ആർക്കാ വീടൊരുക്കി വെച്ചിട്ടുള്ളത് അറിയോ? അതായത് പരലോകത്ത് സുന്ദരമായ ഭവനങ്ങള്, അവിടെ വിജയിക്കുന്ന ആളുകള്, ആ പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകള്, അവരെ കുറിച്ച് അള്ളാഹു പറയാ, ലാ യുരീദൂന, അവരൊരിക്കലും ചിന്തിച്ചു പോകില്ല, അവരുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവൂല, ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ ഉന്നതനാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാകൂല. ഈ ചിന്ത ഇല്ലാത്തവരായിരിക്കും പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ ഇതിന്റെ നേരെ ഇതിൽ കിട്ടുന്ന ഒരു മഖ്സൂദ് എന്താ അറിയോ? മഅനൽ മഖ്സൂദ് എന്നാ പറയാ. അതായത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു മീനിങ് ഉണ്ട്. പരലോകത്തെ ലക്ഷ്യം വെച്ച് ഉഖ്റവിയായ ചിന്തയോടുകൂടെ ജീവിക്കുന്ന മുഅ്മിനാണോ, അയാളിൽ പൊങ്ങച്ചത്തിന്റെ ഉലുവിയത്തിന്റെ ചിന്ത ഉണ്ടാകൂല, അയാൾ മുതവാദിയായി മാറിയിട്ടുണ്ടാകൂ എന്നർത്ഥം. അതില്ലാത്തൊരാളിന് ഫിറഔനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇതേ പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്, ഉലുവ് എന്നുള്ള പദം. ഞാൻ വലിയവനാണെന്നുള്ള തോന്നലുണ്ടായി. എന്നെ തകർക്കാനും ആക്രമിക്കാനും സൈനികമായും ആരോഗ്യപരമായും മറ്റൊന്നും തകർക്കാൻ ശേഷിയുള്ള മറ്റൊരു പവർ ലോകത്തില്ല എന്നുള്ളൊരു തോന്നൽ അയാൾക്കുണ്ടായി. നഊദുബില്ലാ. പ്രിയമുള്ളവരെ, ഫിറഔനിയത്ത് ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്.
അള്ളാഹു ആ ഫിർഔനിയത്ത് നമ്മളെ മനസ്സിൽ നിന്നും ഇറക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുമായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ എത്താൻ പോലും നമുക്ക് കഴിയില്ല. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു വാചകങ്ങളുണ്ട്. അതിങ്ങനെയാണ്, ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ് കേട്ടോ. ഫലഹു അസ്ലിമു, ആ രക്ഷിതാവിന് നിങ്ങൾ കീഴ്പ്പെടണം. അങ്ങനെ കീഴ്പ്പെട്ടാൽ, എന്നിട്ട് അല്ലാഹു പറയാ വബശ്ശിരിൽ മുഖ്ബിതീൻ, അങ്ങനെ കീഴ്പ്പെടുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി അല്ലാഹു പറയാ, അവർ മുഖ്ബിത്തായിരിക്കും. മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ മുത്തവാദിയതിന്റെ മറ്റൊരു പദമാണ്, സിനോണിമാണ്. മുഖ്ബിത്തീൻ, അങ്ങനെ മുത്തവാദിയായി ആ പടച്ച റബ്ബിൽ എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ യാതൊരു കിബറും ഇല്ലാതെ ദുനിയാവിലൂടെ നടക്കാൻ തയ്യാറാണോ, അവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ. വബശ്ശിർ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂന്ന് അള്ളാഹുവിന്റെ വചനാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ദുനിയാവിലൂടെ ഏത് നിഅമത്തുകൾ, എത്ര അത്യുന്നതമായ പദവികളാകുന്ന നിഅമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയാലും അവയിൽ അഹങ്കരിക്കാതെ അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, അതുപോലെ പരീക്ഷണമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ദുനിയാവിൽ വിനയാന്വിതരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴെങ്കിലും ഞാൻ ബെറ്റർ ആണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ അന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ ചികിത്സിക്കണം. ഞാൻ തരക്കേടില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് വല്ലാത്തൊരു തോന്നലാണ്. ഇബ്ലീസിന് തോന്നിയ തോന്നലാണത്. ഞാൻ തരക്കേടില്ല എന്നുള്ള തോന്നല് ധാരാളം നമ്മൾ കേട്ടതാണ്. അബാവസ്തക്ബറ, അള്ളാഹുവിന്റെ ലഅനത്ത്, ശാപം കിട്ടാൻ പിശാചിന് ഇബ്ലീസിന് കാരണമായത് ഞാൻ തരക്കേടില്ല എന്നുള്ള തോന്നലാണ്. പലപ്പോഴും നല്ല പാന്റും ഷൂട്ടും നല്ല ഡ്രസ്സും നമ്മൾ നല്ല ഒരു പവറിലിങ്ങനെ നമ്മളെടുത്ത കാറിൽ എങ്ങനെ കയറുമ്പോ അങ്ങാടിയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ നമുക്ക് അറിയാതെ തോന്നിപ്പോകുകയാണ്, ഞാൻ തരക്കേടില്ല കേട്ടോ, നാലാളെ മുന്നിൽ എല്ലാത്തിനും കൊള്ളാവുന്നവനാണ് ഞാൻ എന്നുള്ള തോന്നൽ സ്വന്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ചികിത്സിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സ്ഥലത്ത് വാൺ ചെയ്യുന്നുണ്ട് ഈ സംഭവത്തെ. ഒന്ന് സൂറത്തു നജ്മിലാണ് 32-ാമത്തെ ആയത്ത്. അതിങ്ങനെയാണ്, ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖ. ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനമുണ്ട്. പള്ളിയിൽ വന്ന് ഖുതുബ നടത്തുന്ന ഞാനും പള്ളിയിൽ സഫുകളിൽ ഓരോ നിരയായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ആയത്തിനെ ഇഴകീറി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തവാളുഇന്റെ വിഷയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, നിങ്ങൾ സ്വന്തം തരക്കേടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോവരുത് കേട്ടോ. എന്നിട്ട് അല്ലാഹു പറയണത് എന്താ അറിയോ, ഹുവ അഅലമു ബിമനിത്തഖാ, ആ റബ്ബിനറിയാം ആരാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളത് എന്ന്. നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തും മക്കളും സൗന്ദര്യവും കച്ചവടവും ബിസിനസ്സും വിദ്യാഭ്യാസവും ഈ വിഷയങ്ങളിലെല്ലാം എന്തൊക്കെയാണോ ദുനിയാവിൽ പൊങ്ങച്ച നടിക്കാനുള്ളത്, ഈ വിഷയത്തിലൊക്കെ പൊങ്ങച്ച നടിക്കാതെ ഞാൻ മതിയായവനാണ് എന്നുള്ള തോന്നലില്ലാതെ എന്നെക്കാളും മികച്ചവർ അവരൊക്കെ എന്നെക്കാളും മികച്ചവരാണെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കണമെന്ന് മാത്രമല്ല അള്ളാഹു എടുത്തു പറഞ്ഞ മറ്റൊരു വാചകം എന്താ അറിയോ, ഹുവ അഅലമു ബിത്തഖ്വ. ഇത് പള്ളിയിൽ വരികയും നമസ്കാരത്തിന് മുന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ദീനീ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നമുക്കുണ്ടാകുന്ന ഒരു വാണിംഗ് ആണ്. എന്താ അറിയോ, പള്ളിയിലെ ഖത്തീബാണെന്ന് വിചാരിച്ച് എല്ലാം തികഞ്ഞവനാണെന്ന് വിചാരിക്കണ്ട. പള്ളിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ പള്ളി സഫുകളിൽ എല്ലാ ജമാഅത്തിനും മുന്നിലുണ്ടാകുന്ന ആള് എന്നുള്ളത് കൊണ്ടോ എല്ലാവരെക്കാളും ഉന്നതനാണെന്ന് നിന്റെ മനസ്സിൽ വിചാരിച്ചു പോകരുത്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവട്ടെ. അല്ലാതെ ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ തഖ്വയുള്ള, ഞാൻ എല്ലാവരെക്കാളും ഈമാനുള്ള ഒരാളാണ് എന്ന ഒരു ചിന്ത വന്നു പോകരുതേ. അത് ആർക്കാ അറിയോ, ഹു ആലം, ആ അള്ളാഹുവിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തഖ്വ ആർക്കുള്ളത് എന്നറിയാൻ. എത്ര സുന്ദരാണ് ആ വചകം നോക്കി. നമ്മളോട് പറയുന്നത് തവാളുവിന്റെ വിഷയം നേരത്തെ പറഞ്ഞ പോലെ പൊങ്ങച്ച നടിക്കാനുള്ള മേഖലയിൽ മാത്രമല്ല, പൊങ്ങച്ച നടിക്കാനുള്ള മേഖലകൾ എണ്ണി പറഞ്ഞതിൽ മാത്രമല്ല, ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും ഞാൻ കൂടുതൽ തഖ്വയുള്ളവനാണ്, ഓൻ ഇന്നെപ്പോലെ പള്ളിയിൽ വരാത്തവനാണ്, ഞാൻ അള്ളാഹുവുമായി ഏറ്റവും ക്ലോസ് ആണ്, ഇയാൾ ചപ്പുചവറാണ് എന്നുള്ളൊരു ചിന്ത ഒരു മനുഷ്യനെ കുറിച്ചും നമ്മളിൽ ഉണ്ടായിപ്പോകരുതേ എന്ന് അള്ളാഹു പറയാണ്. അള്ളാഹു നമ്മളുടെ ഇബാദത്തുകളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. മുത്തവാളിയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നൽ ഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരിൽ വറാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക്, മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ചിന്തയെക്കുറിച്ചാണ് പറഞ്ഞത്. അപകടകരമായ ചിന്ത. അതിൻ്റെ അവസരത്തിൽ അവസരോചിതമായി നമ്മൾ ഈമാൻ കൊണ്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ പരലോകം നഷ്ടപ്പെടുന്ന ചിന്ത കൂടെയാണത്. നിസാരമല്ലത്, വളരെ ഗൗരവമുള്ള ചിന്തയാണത്. മനസ്സിനെ ബാധിക്കുന്ന ക്യാൻസറാണത്. അള്ളാഹു വിനയത്തോട് കൂടി ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന സംഭവമുണ്ട്. അള്ളാഹു എടുത്തു പറയുന്ന ഒരു സംഭവം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തൻ്റെ മകനെ ഉപദേശിക്കുന്ന ആ ഭാഗത്ത്, മഹാനായ ലുക്മാൻ തൻ്റെ മകനെ പഠിപ്പിക്കുന്ന ആ പാഠവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അതായത്, മറ്റുള്ള മനുഷ്യരെ കാണുമ്പോൾ അയാളെ ചെറുതായി നീ കാണരുത്. നമ്മളെ ഇടയിലൊക്കെ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും കാണുമ്പോൾ അയാളുടെ നേരെ ചിലപ്പോൾ ഒന്നും പറയില്ല. അയാളെ പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ മുഖത്തിനൊക്കെ ഒരു ചുളിവാണ്. നമ്മളെ കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും നമ്മളെ മുഖം കൊണ്ടും നമുക്കൊരു കോട്ടവും മാട്ടവും ഒക്കെയാണ്. അയാളൊന്നും പറ്റൂല. ഞങ്ങളെ നാട്ടിലൊക്കെ പറയാ ഏമാക്കെന്നാ പറയാ, മുഖം കൊണ്ട് ചേട്ടകൾ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര സുന്ദരായിട്ടാണ് അറിയോ ആ ഭാഗം നമ്മളെ വിശദീകരിച്ചത്. മഹാനായ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ഭാഗത്ത് പറയാ, വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസി വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസി. ആ ഭാഗം ഒന്ന് എടുത്തു നോക്കേണ്ടി നിങ്ങൾ. സൂറത്തുൽ ലുക്മാന്റെ 18-ാമത്തെ ആയത്താണ്. ഇതിന് ശേഷം വരുന്നത് ഞാൻ ഓൾറെഡി വിശദീകരിച്ച സംഭവമാണ്. എന്താ പറയാ, ഹദ് എന്ന് പറഞ്ഞ കവിൾത്തടന്ന, ജനങ്ങൾക്കിടയിൽ നിന്റെ കവിൾത്തടത്തെ നീ കോട്ടരുത്, ചെറുതാക്കരുത് എന്നാ. തുസഗ്ഹിർ സൊഹാറ എന്ന് പറഞ്ഞാൽ ചെറുതാക്കുന്ന അർത്ഥം. ചെറുതാക്കര നേരെയുള്ള കവിൾത്തടത്തെ ഏതെങ്കിലും ഭാഗത്തേക്ക് കൂട്ടുക. എപ്പോഴാണ് നമ്മൾ കൂട്ടുക? എപ്പോഴെങ്കിലും നമ്മളെക്കാളും എന്തെങ്കിലും കേമമായ എന്തെങ്കിലും ഒരു പ്രവർത്തനവും ചെയ്യാണ്. അപ്പൊ തോന്നുക ഓ വലിയൊരാള് എന്നുള്ളൊരു തോന്നൽ, മുഖം കൊണ്ട് ചേട്ട കാണിക്കൽ പോലും കിബിറിന്റെ ലക്ഷണമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കാൻ. നൗദുബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരത്തിന്റെയും മറ്റു പുണ്യപ്രവർത്തനങ്ങളുടെയൊക്കെ പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ പരലോകത്ത് അത് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഇബാദുർ റഹ്മാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ എണ്ണി പറഞ്ഞുകൊടുത്ത് ഒരായത്തിൽ ഒറ്റ വിഭാഗം മാത്രമാണ് പറഞ്ഞത്. ഹൗനുണ്ടായിരിക്കുക. ആ ഹൗനിനെയാണ് വിശദീകരിച്ചത്. തവാദു, മുഹ്ബിത്ത് എന്ന് ഖുർആൻ ഉപയോഗിച്ച പദം കൊണ്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അതുണ്ട്. പ്രവാചകൻ വിശദീകരിക്കുന്ന വിശദീകരണങ്ങളിൽ അതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല മുതവാദിയായ മനുഷ്യരിൽ ഉൾപ്പെടുന്നത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മഴയുള്ള സീസണാണ്. മഴയുള്ള സീസണൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ ശൈത്യകാലൊക്കെ ആകുമ്പോൾ സ്വഹാബികളുടെ ഒരു ഇബാദത്തിന്റെ ഒരു രീതിയുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വർത്താനുണ്ട്. ആയാൽ, ശൈത്യകാലായാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇബാദത്തുകളിൽ നന്നായി ശ്രദ്ധിക്കായിരുന്നു. എന്നിട്ട് ഉമർ അദ്ദേഹത്തിന് അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: അശ്ശിത്താ ഗനീമത്തുൽ ലിൽ ആബിദീൻ. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള നല്ല സുവർണാവസരമാണ് ശിത്ത എന്ന് പറഞ്ഞാൽ. എന്താന്ന് പറഞ്ഞ കാര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം, നല്ല മഴയും തണുപ്പും ചൂടൊന്നും ഇല്ലാത്ത കാലാവസ്ഥ ആകുമ്പോൾ പകലിൽ നോമ്പെടുക്കാനും ഇബാദത്തുകൾക്കൊക്കെ കൂടുതൽ അനുയോജിച്ച സമയമാണ് എന്നാ പറഞ്ഞത്. നമ്മൾ ഈ മഴയുണ്ടാകുമ്പോൾ വീട്ടിൽ പുതച്ചുകൂടി നല്ല ചായം കുടിച്ച് ഇങ്ങനെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതിനേക്കാളും അപ്പുറം കഴിയാവുന്നത്ര ഇബാദത്തുകൾ എടുക്കാൻ കൂടെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫുട്ബോളിന്റെ സീസൺ കൂടെ ആണല്ലോ. 4:00 കളിക്ക് നമ്മൾ നേരത്തെ തന്നെ എണീച്ച് റെഡിയായി നമ്മൾ യുവാക്കളൊക്കെ എഴുകുമ്പോൾ സുബഹി മറന്നോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ യുവാക്കൾ നന്നായി പള്ളിയിൽ വരുന്ന ആളുകളുണ്ട്. എന്നാൽ പലപ്പോഴും ചില ആളുകൾ അറിയാതെ കളിയുടെ ആരവത്തിൽ ജമാഅത്തൊക്കെ മറന്നുപോയി, ചിലപ്പോൾ നമസ്കാരത്തിന് സമയം പോലും തെറ്റിപ്പോകുന്നുണ്ട്. ആ ഹരം നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന രീതിയിലാവരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി ഞങ്ങൾ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, നിന്റെ സച്ചരിതരായ അടിമകളിൽ പെടാൻ, അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉൾക്കൊണ്ട ഒരു അടിമയാകാൻ, ഒരു മുഅ്മിനാവാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ നാഥ.
അള്ളാഹുവെ ഞങ്ങളുടെ ആരാധനകളൊക്കെയും പരിപൂർണമായി സ്വീകരിക്കുകയും അതിലെ പോരായ്മകൾ ഞങ്ങൾക്ക് ഇനി അഫ്വ് ചെയ്യുകയും ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ നീ നാളെ പരലോകത്ത് കഷ്ടപ്പെടുന്ന ആളുകളിൽ നീ ഉൾപ്പെടുത്തരുതേ നാഥ. അവിടെ വിജയിക്കുന്ന പരലോക ചിന്തയോടുകൂടെ ജീവിക്കുന്ന സച്ചരിതരിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ ഇബാദത്തുകളൊക്കെയും ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ സ്വീകരിക്കപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും കുടുംബത്തിനും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു എത്ര ആരവമുള്ള എത്ര ആവേശമുള്ള കാര്യങ്ങൾ ലോകത്ത് കണ്ടാലും ഈമാൻ നഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കുന്നവരിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തരുതേ നാഥ. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അത്തരം കാര്യങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ലോകത്തിന്റെ ഏത് ദിക്കുകളിലും എത്ര ആരവങ്ങൾക്കിടയിലാണെങ്കിലും ഈമാനിക ആവശ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മരണം ഖൈറാകുമ്പോൾ പരിപൂർണമായ ഈമാനോടുകൂടെ മരിക്കാൻ അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ മാറാരോഗങ്ങളിൽ നിന്ന് പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ പല ആളുകളും രോഗികളാണ്, അവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മാരകമായ രോഗത്തിന്റെ വിത്തുകൾ വന്നോ ഇല്ലേ എന്നുള്ളത് പരിപൂർണമായി അറിയുന്നവൻ നീയാണ്. അള്ളാഹുവെ സമീയും ബസീറും ഷാഫിയുമായ നാഥ, പരിപൂർണമായ ശിഫ ഞങ്ങൾക്ക് ഇനി നൽകണേ റഹ്മാനെ. അത്തരം രോഗങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ഭർത്താക്കന്മാരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹു ഈ പള്ളിയിൽ വരുന്ന പലരും പല രോഗങ്ങൾക്കും പ്രയാസകരമായ സാഹചര്യത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അള്ളാഹു അങ്ങനെ രോഗിയായി കിടക്കുന്ന പലരുമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, ഈ മഹല്ലിലുണ്ട്, പള്ളിയിൽ വന്ന് സജീവമാകുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിലുണ്ട്, സംഘടനാ പ്രവർത്തകരിലുണ്ട്, പണ്ഡിതന്മാരിലുണ്ട്. അള്ളാഹുവെ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. യാ ഷാഫി പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യത്തോടുകൂടെ തിരിച്ചു വരാനും ഞങ്ങളെ കൂടെ ചേരാനും ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമാകാനും അവർക്കൊക്കെയും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗഫിർ ലനാ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين.